ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു അടിപൊളി പുഡിങ് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കുറച്ച് പരന്ന പാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശുവിൻ പാൽ കേട്ടോ. നമ്മൾ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ പറയുകയാണെങ്കിൽ നാഴി എന്നാണ് പറയുക. അപ്പോൾ ഒരു നാഴി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ 2 കപ്പ് 250 ഗ്രാം കേട്ടോ, 250 ml ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, പശുവിൻ നെയ്യ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് അലിഞ്ഞ് വരണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം. 5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം, ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ഉണ്ടല്ലോ, റവ ചേർത്ത് കൊടുക്കാം. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ, സാധാ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ റവ ഒന്ന് വെന്ത് വരണം കേട്ടോ, നന്നായിട്ടൊന്ന് കുറുകി വരണം. അധികം വെള്ളം വറ്റേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് റവയ്ക്കൊന്ന് വെന്ത് വരണം. നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അതാ റവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, പാട കെട്ടരുത്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. തണുക്കാത്ത കോഴിമുട്ട വേണം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അപ്പം തന്നെ എടുത്തിട്ടുള്ളത് ഉപയോഗിക്കരുത്. കുറച്ചൊന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, ഏലക്കായ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ മുട്ടയുടെ മണക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാനില എസൻസും അല്ലെങ്കിൽ ഏലക്കായൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, പാലും റവയൊക്കെ കൂടിയിട്ടുള്ള അത് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പരന്ന പാത്രം നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. നെയ്യിലാണ് ഞാൻ ഗ്രീസ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, മുട്ടയും പാലും എല്ലാം കൂടിയിട്ടുള്ള മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 1/4 ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സ്ഥലം നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി ഇതേപോലത്തെ ഒരു മൂടി കൊണ്ട് ഇത് അടച്ചു വയ്ക്കുക. ഞാനിവിടെ ചോറ്റും പാത്രം ഉണ്ടല്ലോ, നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുവന്ന് അത് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതേപോലത്തെ വലിയ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇഡ്ഡലി ചെമ്പ് ഉണ്ടെങ്കിൽ അതിൽ വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ എല്ലാ വേവിച്ചെടുക്കുന്നത് ഇതേപോലത്തെ ഒരു കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു വട്ട് നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ചോറ്റും പാത്രം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അധികം ഹൈ ഫ്ലെയിം ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പൊന്തി പോവും. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ഇടരുത് കേട്ടോ. കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്.
അപ്പോൾ ഞാനിവിടെ ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലത്തെ ഒരു പുഡിങ്, ഇങ്ങനത്തെ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ എല്ലാ ടെൻഷൻസും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിൻ്റെ വെയിറ്റൊക്കെ മാറ്റി, എന്നിട്ട് പിന്നെ ഇതേപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ആക്കിയത്. ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ട് കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയപ്പോൾ കത്തിയുടെ മുകളിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിത് ഓഫാക്കിട്ടോ. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം, പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സൈഡൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇത് ഡിമോൾഡ് ചെയ്താൽ മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഡിമോൾഡ് ചെയ്യാൻ പോവുകയാണ്. തണുക്കുന്നതിൻ്റെ മുന്നേ ഡിമോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യുക. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. ഞാനിത് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. വായിലിട്ടുണ്ടെങ്കിൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു തരത്തിലുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. ഇത് തണുപ്പിച്ചും തണുക്കാതെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്